നമസ്കാരം. രുദ്രാക്ഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. പുണർതം നക്ഷത്രക്കാർ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ താല്പര്യം കാണിക്കും. ഈശ്വരഭക്തിയും മതനിഷ്ഠയും ഉണ്ടാകും. ഇടയ്ക്കിടെ അഭിപ്രായം മാറും. പെരുമാറ്റത്തിലും ഈ പ്രത്യേകത പ്രത്യക്ഷപ്പെടും. അടുത്തിടപെടുന്നവർക്ക് പോലും ഇവരുടെ സ്വഭാവം ശരിക്കും മനസ്സിലായെന്ന് വരികയില്ല. കാരണം കൂടാതെ ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും. ഇഷ്ടമില്ലാത്ത എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവമുണ്ടാകും. വിരോധം തോന്നുന്നവരോട് വളരെ കഠിനമായി പെരുമാറും. ഗുരുജനങ്ങളെ ആദരിക്കുന്നതിലും അനുസരിക്കുന്നതിലും പുണർതം നാളുകാർ മുൻപന്തിയിലായിരിക്കും. ഏർപ്പെടുന്ന മിക്ക പ്രവൃത്തികളിലും വിജയിക്കും. പക്ഷേ വിഷാദാത്മകമായ ഒരു ഭാവം ഇവർക്കുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം നേടും. അധ്യാപകർ, ഗ്രന്ഥകാരന്മാർ, ലേഖകർ എന്നീ നിലകളിൽ വിജയിക്കും. ലളിത ജീവിതം ഇഷ്ടപ്പെടും. ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന സ്വഭാവമുണ്ടാകും. ബാല്യകാലത്ത് മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും അനുഭവപ്പെടും. 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രമായിരിക്കും. ഈ കാലത്ത് ഇടയ്ക്കിടെ ആരോഗ്യക്കുറവ്, മനക്ലേശം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ അനുഭവപ്പെടാൻ ഇടയുണ്ട്. 24 വയസ്സിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടുമെങ്കിലും 30 വയസ്സിന് ശേഷമാണ് കൂടുതൽ നേട്ടങ്ങളുണ്ടാവുക. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലം അത്ര മെച്ചമല്ല. മനക്ലേശം, ധനനഷ്ടം, യാത്രാക്ലേശം, അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ബാധിക്കാം. 50 വയസ്സിനു ശേഷം പൊതുവെ സന്തുഷ്ടമായ ജീവിതമായിരിക്കും. വിവാഹ ജീവിതത്തിൽ പുണർതം നാളുകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനിടയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കുക, അഭിപ്രായ ഭിന്നത മൂലം അകലുക തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസവും കുടുംബജീവിതത്തിൽ മനക്ലേശമുണ്ടാക്കാൻ ഇടയുണ്ട്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും പാലിച്ചാൽ പുണർതം നാളുകാർക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ കഴിയും.